ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ ഒരു ബിസി റൂട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ കുക്കിങ്ങും ക്ലീനിങ്ങും മറ്റ് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ രാവിലത്തെ സുബഹി നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ പുതുതായിട്ടുള്ളൊരു കാര്യം കൂടി ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, രാവിലെ എഴുന്നേറ്റ പാട് ഒരു വലിയൊരു കപ്പ് വെള്ളം കുടിക്കുകയെന്ന് കേട്ടോ. സാധാരണയായിട്ട് എന്നല്ല, ഞാനിതുവരെയായിട്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റ പാട് വെള്ളം കുടിക്കുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേക്കും, എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ പോയി ഒരു ചായ ഉണ്ടാക്കുക, അത് കുടിക്കുക. അതാണ് മെയിൻ പരിപാടി രാവിലെ തന്നെ ഉള്ളത്. അപ്പോൾ ആ ഒരു റുട്ടീനൊരു മാറ്റം വരുത്തിയിട്ട് രാവിലെ ചായക്ക് പകരം ഒരു കപ്പ് വെള്ളം കുടിക്കാം, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് എത്ര ദിവസം ഞാനങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ അതിനൊരു മാറ്റം വരുത്താം എന്ന് വിചാരിച്ചു. ആ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്നതിന് പകരം ആദ്യം തന്നെ വെള്ളം കുടിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കേട്ടാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോട്ടോ. ഈ രാവിലെ എഴുന്നേറ്റുള്ള ഈ വെള്ളം കുടിക്കുന്നത് നമ്മൾ ഒരു വർഷമെങ്കിലും കണ്ടിന്യൂ ചെയ്താൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഹെൽത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം മൊത്തം ഒരു എനർജി കിട്ടിയ പോലെയാണ് കേട്ടോ. നമ്മൾ ആ ഉറക്കം തൂങ്ങിയ പോലെ നിൽക്കുന്ന ആ ഒരു ഇതൊക്കെ മാറി കുറച്ചും കൂടി ഒരു ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാ എന്നും ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് വെള്ളം കുടിക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു കറിയും പിന്നെ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ റൈസ് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ കഴുകിയെടുത്തത്. പിന്നെ ഞാൻ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ അത് കളയില്ല കേട്ടോ. അപ്പോൾ ഈ തൊലി കളയാതെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ തൊലി കളയാണ്ട് എടുക്കുന്നത്. പക്ഷേ തൊലി കളയാണ്ട് എടുക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ. പിന്നെ ഞാൻ അതിലേക്ക് തക്കാളി, വല്യുള്ളി, പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടത്. കൂടുതൽ എല്ലാവർക്കും അറിയുന്നതും ആയിരിക്കും. ഇത് സാധാരണ ഒരു മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് വെക്കാറുള്ളത്. പക്ഷേ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റേ വറവിടുമ്പോഴും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോറിനും കൂടി അത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ നമ്മൾ രാവിലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് വെക്കുമ്പോൾ അത് ചോറിന് കൂട്ടുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് പിന്നെ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ തക്കാളി, പച്ചമുളക്, ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഞാൻ മുറിച്ചിട്ടിട്ട് പിന്നെ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി കുറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ വേവിച്ചതിന് ശേഷമാണ് ബാക്കി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തലേന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഉണ്ടോ പോയി കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന് കിച്ചണൊന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സമാധാനമാണ്. ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും ഇനി മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും കിച്ചണിലോട്ട് കയറിയിട്ട് ചെയ്യാനൊക്കെ കുറച്ചും കൂടി നമുക്ക് ഒരു ഇഷ്ടം തോന്നും. എനിക്കങ്ങനെ കേട്ടോ. മറ്റേത് ഒരുപാട് തലേന്നത്തെ പാത്രങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ് ആണെങ്കിലും അതെല്ലാം അതിനൊരു പ്രത്യേക സ്മെല്ലല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അങ്ങ് വരുമ്പോൾ ഈ കിച്ചൺ കാണുമ്പോൾ പിന്നെ ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പണിയെടുക്കാനാണെങ്കിലും കിച്ചണിൽ വേഗം ഫുഡ് ഉണ്ടാക്കാനൊക്കെ വേഗം ചെയ്യാനൊക്കെ ഒന്നും കൂടി ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ രാവിലെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലികളൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പോലെ തോന്നലുണ്ട്.
നമ്മൾ പകൽ എങ്ങനെയാണെങ്കിലും നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുമായിരിക്കും. പക്ഷേ രാത്രി കൂടുതലും ചിലവരൊക്കെ, എല്ലാവരും എന്നല്ല, പക്ഷെ ചിലവരൊക്കെ ക്ലീൻ ചെയ്യാണ്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ സിങ്കിലിട്ടിട്ട് പോയി കിടക്കും. എനിക്ക് അങ്ങനെ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുന്ന ചില ടൈമിൽ അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പണികളൊക്കെ തീർക്കാൻ. അപ്പോൾ ഈ ഒരു നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ ഡെയിലി ഇതന്നെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് നമുക്ക് മാറും. ഡെയിലി നമ്മളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ രാത്രി ഫുഡ് കഴിക്കുക, നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുക, പിന്നെ കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഹാബിറ്റായിട്ട് മാറും. അപ്പോഴും നമ്മളെ കിച്ചണ് എപ്പോഴും നല്ല ക്ലീനായിട്ടും നല്ല നീറ്റായിട്ടും. രാത്രിത്തെ കുറച്ച് മടി കാരണം ഇട്ടിട്ട് പോകുന്ന നമ്മളെ കിച്ചൺ ഉണ്ടല്ലോ, അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ പണികൾ കുറച്ചും കൂടി കൂടുക ചെയ്യുന്നത്, അല്ലാണ്ട് ഒരിക്കലും കുറയില്ല. അപ്പോൾ രാത്രി കുറച്ച് ക്ലീനാക്കി വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അത്രയും പണി എളുപ്പമായിട്ട് മാറും. അപ്പോൾ 3 വിസിലടിച്ചപ്പോൾ ഞാൻ കുക്കർ ഓഫാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അരിപ്പൊടി തിളച്ച വെള്ളത്തിലിട്ടിട്ട് വാട്ടി കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പത്തിരി നല്ല നൈസായിട്ട് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് പറയാം. നമ്മൾ ആ ഒരു വെള്ളം തിളക്കില്ലേ, ഉപ്പിട്ടിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് അറിയുന്നവരുണ്ടാവും, ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ഞാൻ ആ മാവൊക്കെ ഒന്ന് ബോളാക്കി എടുത്തതിന് പ്രസ്സിൽ അമർത്തിയിട്ട് മൊത്തം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നല്ലേ ഞാൻ ആ ഒരു കറി വറവിടുന്ന ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായി പോയിട്ടോ. ഞാൻ നോക്കുമ്പോൾ പിന്നെ ആ വീഡിയോ കാണുന്നില്ല. അത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും കറിവേപ്പില, ചുവന്ന മുളക് ഇതൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അത് ഒഴിച്ചിട്ട് വേണം കേട്ടോ വറവിട്ട് കൊടുക്കാൻ. അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാവുക. അങ്ങനെ കറിയും പത്തിരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ 2 പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇസമോളും കഴിച്ചോളും, ദിൽമോളും കഴിച്ചോളും. ഇസമോൾക്ക് ചെറിയൊരു അരക്കഷ്ണേ കൊടുക്കാറുള്ളൂ കേട്ടോ. നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിടുന്നത്. കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് വിസിലൊക്കെ പോയതിനു ശേഷം തുറക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇസമോൾക്ക് കൊടുക്കാനും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തിന് നമ്മളെ കിച്ചന് അത്യാവശ്യം നന്നായിട്ട് പരന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകാനും ഓരോ സാധനങ്ങൾ എടുത്തു വെക്കാനും ഒക്കെ ഉണ്ട്. കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ മാവോ അങ്ങനെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ എടുത്തത് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെയ്നറിലാക്കിയിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. പിന്നെ അതിനുശേഷം മസാല ബോക്സോ അല്ലെങ്കിൽ നമ്മൾ സ്പൈസസോ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ, ആ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ വേഗം ആ ഷെൽഫിലും ഗ്ലാസ് ഷെൽഫിലും ഒക്കെ എടുത്ത് വെക്കും. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൽ വേഗം ഇടും. എന്നിട്ട് കൗണ്ടർ ടോപ്പ് വേഗം അങ്ങ് ഒഴിവാക്കും കേട്ടോ. കഴുകാനുള്ളത് സിങ്കിലിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കാലിയാക്കി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആ ഒരു പണി കുറഞ്ഞ പോലെ എനിക്ക് തോന്നും കേട്ടോ, കൗണ്ടർ ടോപ്പ് ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ. എന്നിട്ട് പിന്നെ ആണ് പാത്രം കഴുകാനൊക്കെ നിൽക്കുക. നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള പോലെ എല്ലാം അറേഞ്ച് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിലെ ക്ലീനിങ് ആണെങ്കിലും വീട്ടിൽ എന്ത് ക്ലീനിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യൂല.
കൗണ്ടർ ടോപ്പൊക്കെ കാലിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെക്കർ ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് സാധനങ്ങളാണെങ്കിലും അത് നമ്മൾ വെച്ച് ഇന്ന് കുറച്ച് മാറിയിട്ടോ അല്ലെങ്കിൽ വീണ് കിടക്കുന്നൊക്കെ കണ്ടാൽ അത് അപ്പം തന്നെ അങ്ങ് എടുത്ത് അല്ലെങ്കിൽ ഒതുക്കി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പണി ലാഭമായിരിക്കും. ഇപ്പോഴത്തെ എൻ്റെ ഒരു റൂട്ടീൻ അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ കിച്ചണിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാറുണ്ട് കേട്ടോ. കൂടുതൽ സമയം കിച്ചണിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യലില്ല. കാരണം മോളുറങ്ങുന്ന സമയത്തായിരിക്കും കൂടുതലും ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ പെട്ടെന്ന് കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എൻ്റെ കഴുകലും വൃത്തിയാക്കലൊക്കെ പെട്ടെന്ന് ഞാൻ തീർക്കും. പ്രത്യേകിച്ച് അകത്തത്തെ ഇനിയിപ്പോൾ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ തീർക്കാൻ നോക്കലുണ്ട് കേട്ടോ. പാത്രങ്ങളും കഴുകി കഴിഞ്ഞിട്ടോ, കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ക്ലീനാക്കി പാത്രങ്ങളും കഴുകി കഴിഞ്ഞു. ഇത് പിന്നെ സ്പൂൺ റെസ്റ്റാണ്. ഇത് സ്പൂൺ റെസ്റ്റായിട്ട് അങ്ങനെ വാങ്ങിയതൊന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു ട്രേ പോലെ ആയിരുന്നു. ഒരു സെറാമിക്കിന് 2 ബൗൾ വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ട്രേ ഞാനിങ്ങനെ സ്പൂൺ റെസ്റ്റായിട്ട് വെച്ചു എന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ സ്പൂൺ വെക്കാനുള്ള എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ പ്ലേറ്റോ അല്ലെങ്കിൽ സ്പൂൺ റെസ്റ്റോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്പൂൺ റെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഈ സ്റ്റൗവിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ അത് നല്ലൊരു യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ കുക്ക് ചെയ്ത സ്പൂണ് സ്റ്റൗവിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സ്ലാവിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എണ്ണമയം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിടിക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വൈറ്റ് കൗണ്ടർ ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കളർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പൂൺ റെസ്റ്റ് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ കൗണ്ടർ ടോപ്പിൽ ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇന്ന് ഈ ഒരു കിച്ചണിലെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ജനലൊക്കെ തുടച്ചിട്ട്. അപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗവിൻ്റെ ആ ഒരു സൈഡിലാണെങ്കിലും അങ്ങനെ 2 സൈഡിലാണ് കേട്ടോ വിൻഡോ ഉള്ളത്. അപ്പോൾ ആ 2 സൈഡിലും നമ്മൾ സിങ്കിൽ പാത്രം കഴുകുമ്പോൾ തെറിക്കും. അതേപോലെ സ്റ്റൗവിൻ്റെ അവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു എണ്ണമയും കാര്യങ്ങളും വറവിടുമ്പോൾ ഒക്കെ അതും തെറിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൃത്തികേടാവും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ദിവസമായി തുടച്ചുകൊണ്ട് തന്നെ കുറച്ച് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൈയോടെ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഈ പൈപ്പും തുടച്ച് വെക്കലുണ്ട് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ എങ്ങനെയാണെങ്കിലും അതിൽ പതിയും കാര്യങ്ങളൊക്കെ ആ പൈപ്പിൽ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു നനഞ്ഞ സമയത്ത് അത് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഉണങ്ങി കഴിയുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവും അതിൽ ഒരു വെള്ള കളറിൽ നിറച്ച് പത ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കിച്ചണും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീനാക്കി. പിന്നെ അവിടുത്തെ നിലം കൂടി ഞാനൊന്ന് അടിച്ചു വാരി തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ ഇനി അടുക്കളയിൽ ഒരു ജോലിയില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ സ്കൂളുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോളൊക്കെ വേഗം എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ബെഡൊക്കെ അപ്പം തന്നെ ഞാൻ വേഗം മടക്കി വെക്കും. പക്ഷേ സ്കൂളില്ലാത്ത ദിവസം മോളൊക്കെ എഴുന്നേൽക്കാൻ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസമൊക്കെ ബെഡൊക്കെ മടക്കി വെക്കാൻ കുറച്ച് ലേറ്റ് ആവലുണ്ട്. പിന്നെ ഇപ്പോൾ ഇസമോളും കൂടി ഉള്ളത് കൊണ്ട് ആ ഒരു മോള് കിടക്കുന്ന ബെഡും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. മോൾ എഴുന്നേറ്റതിന് ശേഷമാണ് ഞാൻ പിന്നെ അതൊക്കെ മടക്കി വെക്കുക.
കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിവിങ് റൂമിലുള്ള സോഫയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് കുഷൻസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെ കബോർഡ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിലും ഈ ആവശ്യമില്ലാത്ത പേപ്പേഴ്സുകളൊക്കെ എങ്ങനെയാണെങ്കിലും ആ കബോർഡ്സിൽ ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ അടിച്ചു വരുന്നതിൻ്റെ വൃത്തിയാക്കുന്നതിൻ്റെ കൂടെ തന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആവശ്യമില്ലാത്ത പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കളയാന്ന്. പിന്നെ ബാക്കിയുള്ള ബെഡ്റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഞാൻ ഈ വാഷ് ബേസിൻ്റെ അവിടെയുള്ള കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ടവലുകളൊക്കെ ഒന്ന് വാഷ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് ഇരിക്കുന്ന പോലെ കേട്ടോ എനിക്ക് തോന്നൽ. കാണാൻ നമ്മൾ സാധാരണ മടക്കി വെക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഭംഗിയുള്ള പോലെ തോന്നലുണ്ട്. അങ്ങനെ ബെഡ്റൂമും ലിവിങ് റൂമും ഡൈനിങ് റൂമും കിച്ചണും അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പെട്ടെന്ന് അലക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെഷീനിലിട്ടു. അങ്ങനെ അലക്കാനുള്ളതൊക്കെ അലക്കി കഴിഞ്ഞിട്ട് ഞാനതൊക്കെ ആറിട്ട് കൊടുത്തു. ഞാൻ ഡെയിലി അലക്കൂട്ടോ, പിറ്റേ ദിവസത്തിന് അങ്ങനെ കൂട്ടിയിടില്ല. അത്യാവശ്യം ഡെയിലി അലക്കാനുണ്ടാവും കേട്ടോ. ഈസയുടെ ഡ്രസ്സ്, ദിലുവിൻ്റെ ഡ്രസ്സ്, പിന്നെ ഷായിക്കാൻ്റെ, എൻ്റെ. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ അത്യാവശ്യം അലക്കാനുണ്ടാവും, പുറത്ത് പോകുന്നതും വീട്ടിലിടുന്നതൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി അലക്കാൻ നോക്കും കേട്ടോ. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി അലക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് ആറിടാൻ ഒക്കെ നമ്മുടെ സമയം പിന്നെ വേസ്റ്റ് ആവുമല്ലേ. ഡെയിലി അന്നാന്ന് തന്നെ അലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷന് മൊത്തത്തിൽ എല്ലായിടും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഓപ്പൺ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തും അതേപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ്, ടേബിൾ ടോപ്പുകളും ടീപ്പോയിൻ്റെ മേലെയും അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടച്ചുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുക പറയുന്നത്. അപ്പോൾ നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്തോളും. ആ ഒരു സ്മെല്ല് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീല് തരും കേട്ടോ ഈ ഒരു സൊല്യൂഷന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുമ്പോൾ. പിന്നെ നമ്മുടെ മെയിൻ കിച്ചണിൽ ഇതേപോലെ ഒരു ബ്രെഡ് ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കൽ, ബ്രെഡൊന്നും ഇല്ലാത്ത സമയത്ത്. അപ്പോൾ മോക്കൊക്കെ സ്നാക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണല്ലോ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ. ഇനി ബ്രെഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആ തൊട്ടടുത്തുള്ള ആ ഒരു സെറാമിക്കിൻ്റെ ജാറുണ്ടല്ലോ അതിലും ഇട്ട് വെക്കലുണ്ട് സ്നാക്സൊക്കെ. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം ക്ലീനിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ ആ കവറോടൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം മോൾ ഉണർന്നു കഴിഞ്ഞാൽ ആ ക്ലീനിങ് അവിടെ പകുതിക്കുന്ന കിടക്കുമല്ലോ, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാണ്.
കിച്ചണിൽ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എന്നാലും ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുമ്പോൾ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ള സാധനങ്ങളിൽ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തുടച്ചു കൊടുക്കും കേട്ടോ. മെയിൻ കിച്ചണിൽ നമ്മളങ്ങനെ ഫുഡ് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. കൂടുതലും സെറാമിക്കിൻ്റെ ജാറുകൾ അങ്ങനെ ഒരു ഡെക്കർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കൂടുതലും ആ ഒരു കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ള. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി പിന്നെ തുടച്ചങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സമയം 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് കുളിക്കാനോ ഉച്ചത്തേക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.